കഥയെ ആരംഭിക്കുന്നത് മാർക്കോ എന്നൊരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നഗരങ്ങളിൽ നിന്നകന്ന് കാടിന്റെ ഉള്ളിലായിട്ടായിരുന്നു മാർക്കോ തന്റെ അച്ഛനൊപ്പം ജീവിച്ചിരുന്നത്. അവിടുത്തെ ഒഴിഞ്ഞ ഒരു കെട്ടിടത്തിൽ കാട്ടിൽ നാളുകളോളം ജീവിക്കുമ്പോഴും അവന്റെ അച്ഛൻ അവനോടൊരു കാര്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അവർ താമസിക്കുന്ന ആ ഇടം വിട്ട് ഒരുപാട് ദൂരേക്ക് പോവരുത്. പുറം ലോകം വളരെയധികം അപകടം പിടിച്ചതാണ്. പക്ഷേ വർഷങ്ങൾ കടന്നുപോയി. മാർക്കോ വളർന്നു വന്നപ്പോ അവന്റെ ക്യൂരിയോസിറ്റിയും വളരാൻ തുടങ്ങി. ഒരുപക്ഷെ തങ്ങൾ താമസിക്കുന്ന ഈ ഇടവും കാടും താണ്ടിപ്പോയാൽ എന്നെപ്പോലെ തന്നെയുള്ള മറ്റാരെങ്കിലും തനിക്ക് കമ്പനി കിട്ടും എന്നൊക്കെ മാർക്കോ ചിന്തിച്ചു. അരുവിക്കടുത്ത് പോയി അവനിരിക്കും. ചുറ്റുവട്ടത്തുള്ള ചെറിയ മൃഗങ്ങളെ നോക്കിക്കാണും. ഇതൊക്കെയായിരുന്നു മാർക്കോയുടെ പ്രധാന വിനോദം. അങ്ങനെയിരിക്കെ ഒരു ദിവസം താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ചകലേക്ക് മാർക്കോ പോയി. ചെറിയ മൃഗങ്ങളെയൊക്കെ നിരീക്ഷിച്ചിരിക്കെ പെട്ടെന്നാണ് ഒരു ശബ്ദം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു റോബോട്ടിക് വോയിസ്. കുറച്ചു മുമ്പിലേക്ക് ചെന്ന് നോക്കിയപ്പോ ശബ്ദം വരുന്നത് അവിടെ പാർക്ക് ചെയ്തിരുന്ന പഴയൊരു ക്യാമ്പർ വാനിൽ നിന്നാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. മാർക്കോക്കകത്തേക്ക് കയറി നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവന് ഭയം തോന്നി. അച്ഛൻ അറിഞ്ഞാൽ തന്നോട് ഒരുപാട് ദേഷ്യപ്പെടും. പ്രത്യേകിച്ചും താമസിക്കുന്ന സ്ഥലം വിട്ട് അങ്ങനെ ഒരുപാട് ദൂരേക്ക് പോയതിന് തന്നെ. അടുത്ത ദിവസം എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് മാർക്കോ ആ വാനിനടുത്തെത്തി. അത് തുറന്നകത്ത് കയറി. അവിടെ അകത്തായുള്ള ഒരു റോബോട്ടിക് കളിപ്പാവ് അവൻ നോക്കി കണ്ടു. അതിൽ നിന്നാണ് ശബ്ദം വരുന്നത്. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് ഒരു നിഴൽ രൂപം കടന്നു വരുന്നത് അവൻ കണ്ടത്. അവൻ വല്ലാതെ ഭയപ്പെട്ടു. അവന്റെ മുമ്പിലേക്ക് എത്തിയതും അതും തന്നെപ്പോലൊരു പയ്യനാണ് എന്ന് മാർക്കോ തിരിച്ചറിഞ്ഞു. അവന് ആശ്വാസം തോന്നി. ആ പയ്യൻ അവനെ ഉപദ്രവിക്കും എന്ന് മാർക്കോ പ്രതീക്ഷിച്ചു നിന്നെങ്കിലും പകരം ആ പയ്യൻ അവനെ കൂട്ടത്തിൽ കളിക്കാൻ വിളിക്കുകയായിരുന്നു ചെയ്തത്. കളിക്കാൻ വേണ്ടി റോബോട്ട് അവന് കൊടുക്കുകയും ചെയ്തു. ആ പയ്യന്റെ പേര് മീക്കോ എന്നാണ് എന്ന് മാർക്കോ തിരിച്ചറിഞ്ഞു. മീക്കോ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇന്റലിജൻസ് കുറവുള്ളത് കൊണ്ട് സംസാരിക്കാനും മറ്റും അവന് ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ഇരുവരുടെയും പേരിന്റെ ആരംഭം എമ്മിൽ നിന്നാണല്ലോ. അത് പറഞ്ഞ് സംസാരിച്ച അവർക്കിടയിൽ ഒരു ബോണ്ട് രൂപപ്പെട്ടു. പരസ്പരം അവർ ഗിഫ്റ്റുകൾ കൈമാറി. മാർക്കോ തന്റെ മ്യൂസിക് പ്ലെയർ മീക്കോക്ക് കൊടുത്തപ്പോ അവൻ തന്റെ റോബോട്ടിനെ മാർക്കോക്ക് നൽകി. അധികം വൈകാതെ മാർക്കോ തന്റെ വീട്ടിലേക്ക് പോവാൻ ആരംഭിച്ചു. അച്ഛൻ തന്നെ തിരയുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. പക്ഷെ കുറച്ചു ദൂരം പിന്നിട്ടതും അവനെതിരെ ഒരു ലേഡി വന്നു. തോക്ക് ചൂണ്ടി അവനെ ആ ലേഡി നിർത്തി. അവന്റെ കയ്യിലെ റോബോട്ട് കണ്ട് അവർ സംശയിച്ചിരുന്നു. മീക്കോയിൽ നിന്ന് അവനത് കവർന്നതാവും എന്നായിരുന്നു ആ ലേഡി കരുതിയത്. പക്ഷെ അവൻ സംസാരിച്ചു. മീക്കോ തനിക്കത് തന്നതാണ് എന്ന മട്ടിൽ പറഞ്ഞു. അതോടെ അവരുടെ ദേഷ്യമുഖം മാഞ്ഞു. മീക്കോയ്ക്ക് മറ്റൊരു ഗിഫ്റ്റും കൂടി കൊടുത്ത് അവനെ പോവാൻ അവർ അനുവദിച്ചു. അവിടെ നിന്ന് പോകുമ്പോ ആ ലേഡി മീക്കോയെ കെട്ടിപ്പിടിക്കുന്നത് അവൻ നോക്കിക്കണ്ടിരുന്നു. ഒരുപക്ഷെ അത് മീക്കോയുടെ അമ്മയായിരിക്കും എന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ ആ കാഴ്ച അവനെ കൺഫ്യൂസ്ഡ് ആക്കി. അത്തരത്തിൽ മനുഷ്യർ കെട്ടിപ്പിടിക്കുന്നതൊന്നും അവന് പരിചിതമേ ആയിരുന്നില്ല. അവൻ കണ്ടിട്ടുമുണ്ടായിരുന്നില്ല. പിന്നാലെ വീടിനടുത്തെത്തിയപ്പോ മീക്കോ കൊടുത്ത റോബോട്ട് അവൻ ഒളിപ്പിച്ചു. മീക്കോയുടെ അമ്മ നൽകിയ ആ ഗിഫ്റ്റ് കുറച്ച് പീനട്ടുകളായിരുന്നു. അത് കുറെ പോക്കറ്റിൽ നിറച്ചു. വീട്ടിലേക്ക് എത്തിയപ്പോ അച്ഛന് അവന്റെ മേൽ സംശയമൊന്നും തോന്നിയില്ല. കുറച്ചു കഴിഞ്ഞ് അവരൊന്നിച്ച് വീട്ടിലേക്കുള്ള വിറക് ശേഖരിക്കാൻ പോയി. വിറക് വെട്ടിയെടുക്കുമ്പോഴും ഈ കെട്ടിപ്പിടിക്കുമ്പോൾ എങ്ങനെയാ തോന്നുക? മാർക്കോയുടെ മനസ്സ് നിറയെ അപ്പോഴും ആ ചിന്തയായിരുന്നു. മീക്കോ അവന്റെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നത്. കെട്ടിപ്പിടിക്കുമ്പോ എന്താ തോന്നുക എന്ന് ചിന്തിച്ച അവൻ അതൊന്നറിയാൻ പിന്നിൽ നിന്നും പോയി അവന്റെ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷേ അദ്ദേഹം അവനെ തള്ളിമാറ്റിയതേയുള്ളൂ. അടുത്ത ദിവസം മാർക്കോ മീക്കോയെ കണ്ടു. അവന്റെ കൂടെ കുറച്ചു സമയം കൂടി ചെലവഴിച്ചു. മാർക്കോയുടെ കയ്യിൽ എം എന്നുള്ളൊരു പച്ചകുത്തിയ പോലുള്ള പാടുണ്ടായിരുന്നു. അവൻ ചിന്തിച്ചിരുന്നത് അത് അവന്റെ പേരിന്റെ ആദ്യ ലെറ്റർ ആണെന്നായിരുന്നു. മീക്കോയുടെ അമ്മയെ തന്റെ അമ്മയെപ്പോലെ മാർക്കോ കാണാൻ തുടങ്ങി. അവർ അവനോട് കാണിക്കുന്ന ദയയും മറ്റും അവന് വളരെ പുതുമയുള്ളതായിരുന്നു. ആ സമയത്താണ് തന്റെ യഥാർത്ഥ അമ്മയെപ്പറ്റി മാർക്കോ ചിന്തിക്കാനും തുടങ്ങുന്നത്. അന്ന് രാത്രിയിൽ തന്റെ അച്ഛനടുക്കൽ അമ്മയെപ്പറ്റി മാർക്കോ ചോദിച്ചു. പക്ഷെ അവന്റെ അച്ഛൻ കാര്യമായി മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് രാത്രി വൈകി മാർക്കോ ഉറങ്ങിയെന്ന് ചിന്തിച്ച് അദ്ദേഹം അവിടുത്തെ ലോക്കർ തുറന്ന് അതിലെ ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി. അതിലേക്ക് എന്തോ അദ്ദേഹം നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അയാളുടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. മാർക്കോ ഇതൊക്കെ നോക്കിക്കണ്ടു. അടുത്ത ദിവസം മാർക്കോയും അച്ഛനും കാടിനുള്ളിൽ ഫുഡ് തേടി ഇറങ്ങി. കുറച്ചു ദൂരം മുന്നിട്ടതും പെട്ടെന്ന് വെടിവെച്ച് ഉയർന്നു കേട്ടു. മാർക്കോയോട് വേഗം താമസിക്കുന്നിടത്തേക്ക് പൊക്കോളാൻ അവന്റെ അച്ഛൻ പറഞ്ഞു.
പറഞ്ഞു. പക്ഷെ മാർക്കോ പോയില്ല. അവൻ മറഞ്ഞു നിന്ന് അച്ഛനെ ഫോളോ ചെയ്തു. ഒടുവിൽ അവൻ കണ്ടത് എന്തിന്റെയോ കടിയേറ്റ് മീക്കോയുടെ അമ്മയെ അവന്റെ അച്ഛൻ തോക്ക് ചൂണ്ടി നിന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുന്നതായിരുന്നു. തന്റെ അച്ഛൻ ഇത്ര ക്രൂരനായ മനുഷ്യനാണോ എന്നായിരുന്നു മാർക്കോയുടെ ഉള്ളിൽ തോന്നിയത്. അന്ന് രാത്രിയിൽ ഭ്രാന്ത് പിടിച്ച പോലായിരുന്നു അവന്റെ അച്ഛൻ പെരുമാറിയത്. വീട്ടിലെ വസ്തുക്കളൊക്കെ എറിഞ്ഞ് വല്ലാതെ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവന്റെ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോ മാർക്കോ എഴുന്നേറ്റു. ക്യാബിനിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന ആ ഫോൺ എടുത്തു. അത് തുറന്നവൻ പരിശോധിക്കാൻ തുടങ്ങി. അതിനുള്ളിൽ കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും ഒന്നിച്ച് സന്തോഷത്തോടെ സമയം ചെലവഴിച്ചതിന്റെ വീഡിയോസ്. അവന്റെ മൂത്ത സഹോദരിയും ആ വീഡിയോയിലുണ്ടായിരുന്നു. പിന്നെയാണ് അടുത്ത വീഡിയോ വന്നത്. അതിൽ അവന്റെ അമ്മ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് വില കൊടുത്തും കുട്ടിയെ താൻ രക്ഷിക്കും എന്നുമൊക്കെ അവർ പറയുന്നുമുണ്ട്. പെട്ടെന്ന് വെടിവെച്ച് ഉയർന്നു കേട്ടു. അവന്റെ അമ്മ കൊല്ലപ്പെട്ടിരിക്കണം, തന്റെ അച്ഛൻ തന്നെയാണ് അമ്മയെയും കൊന്നിരിക്കുക എന്ന ചിന്ത മാർക്കോയുടെ ഉള്ളിലേക്ക് വന്നു. എന്തൊക്കെയോ ശരിയല്ല എന്നവന് തോന്നുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ ഉറങ്ങിക്കിടന്ന അച്ഛനെ ബന്ദിയാക്കിയിട്ട് അവൻ നേരത്തെ ഇറങ്ങി. സാധനങ്ങൾ പാക്ക് ചെയ്തെടുത്ത് അവൻ പോയത് മീക്കോയുടെ അടുത്തേക്കായിരുന്നു. അവിടം സുരക്ഷിതമല്ലെന്നും നമുക്കിവിടെ നിന്ന് പോവാമെന്നും അവൻ മീക്കോയോട് പറഞ്ഞു. പക്ഷെ അമ്മയെ വിട്ട് താൻ എങ്ങോട്ടേക്കും പോവില്ല എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു മീക്കോ. ഒടുവിൽ കൈപ്പേറിയ ആ സത്യം അവൻ മീക്കോയെ അറിയിച്ചു. അവന്റെ അമ്മ കൊല്ലപ്പെട്ടുവെന്ന്. ഇതേ സമയം മറുവശത്ത് മാർക്കോയുടെ അച്ഛൻ ഉണർന്നിരുന്നു. അയാള് ബന്ദിയാക്കിയിരുന്ന സംഭവങ്ങളൊക്കെ അഴിച്ച് തോക്കുമെടുത്ത് മാർക്കോ പുറത്തേക്ക് പോയിരിക്കുമെന്ന് മനസ്സിലാക്കി അവനെ തിരഞ്ഞിറങ്ങി. ഇതേ സമയം മീക്കോയെ സമ്മതിപ്പിച്ച് മാർക്കോ മീക്കോയെയും കൂട്ടി അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങിയിരുന്നു. പക്ഷേ കുറച്ചു ദൂരം മുമ്പോട്ട് പോയതും അവിടെ കുറെ സ്ട്രേഞ്ചേഴ്സിനെ അവർ കണ്ടു. സ്ട്രേഞ്ചേഴ്സ് അവരെ പിടിക്കാനായി അടുത്തേക്ക് വരുന്നു. മീക്കോയുമായി മാർക്കോ ഓടി. ഒരു തരത്തിൽ വാനിനകത്ത് കയറി വാതിൽ കുറ്റിയിട്ടിരുന്നു. ആ സ്ട്രേഞ്ചേഴ്സ് ആകട്ടെ അവരുടെ വണ്ടിയിൽ വന്ന് മുട്ടാനും ബഹളം കൂട്ടാനുമൊക്കെ ആരംഭിച്ചിരുന്നു. മീക്കോയും മാർക്കോയും വല്ലാതെ ഭയപ്പെട്ടു. പെട്ടെന്നാണ് വെടിയൊച്ചകൾ ഉയർന്നു കേട്ടത്. സ്ട്രേഞ്ചേഴ്സ് കൊല്ലപ്പെട്ടു വീണു. തന്റെ അച്ഛനായിരിക്കും അവരെ കൊന്നത് എന്ന് മാർക്കോ ഊഹിച്ചിരുന്നു. പിന്നാലെ അയാൾ ഡോർ തുറന്ന് മാർക്കോയെ പുറത്തിറക്കി. മാർക്കോയ്ക്ക് അച്ഛനൊപ്പം പോവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അച്ഛൻ ദുഷ്ടനാണ് എന്ന് തന്നെ മാർക്കോ ചിന്തിച്ചു. പിന്നാലെ അവനക്കാര്യം ചോദിക്കുകയും ചെയ്തു. അവന്റെ അച്ഛൻ മീക്കോയുടെ അമ്മയെ കൊല്ലുന്നത് അവൻ കണ്ടതാണ്. മാത്രമല്ല ഇപ്പോഴും കുറെ പേരെ കൊന്നു. പോരാത്തതിന് അമ്മയുടെ വീഡിയോയും അവൻ കണ്ടതാണ്. പക്ഷെ അവന്റെ അച്ഛൻ പറഞ്ഞു, ഞാനൊരു ദുഷ്ടനൊന്നുമല്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നാലെ ഒരു കാര്യം അച്ഛൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിങ്ങളെ ആക്രമിക്കാൻ വന്നത് മനുഷ്യന്മാരല്ല, അതൊക്കെ സോംബികളാണ്. വൈറസ് പിടിപ്പെട്ട് നരഭോജികളായി മാറിയ സോംബികൾ. തന്റെ ഭാഗം ന്യായീകരിക്കാനും മാർക്കോക്ക് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി അവനോട് അവിടെ തുടരാൻ പറഞ്ഞ് അവനെ ഒരു തോക്കുമേൽപ്പിച്ച് ബാക്കി സോംബികളെ കൊല്ലുവാൻ വേണ്ടി മാർക്കോയുടെ അച്ഛൻ മുമ്പിലേക്ക് പോയി. മീക്കോ ഉള്ള വാഹനത്തിനു ചുറ്റും മറ്റ് സോംബികൾ വന്നു വളഞ്ഞിരുന്നു. മീക്കോയെ രക്ഷിക്കലായിരുന്നു മാർക്കോയുടെ അച്ഛന്റെ ലക്ഷ്യം. പക്ഷെ ഈ സമയം മാർക്കോയുടെ അടുത്തേക്കും ഒരു സോംബി നടന്നെടുക്കാൻ ആരംഭിച്ചു. എന്തു ചെയ്യണമെന്ന് ആദ്യം മാർക്കോ ഒന്ന് ഭയന്നിരുന്നു. പക്ഷെ പിന്നാലെ അച്ഛൻ കൊടുത്ത തോക്കെടുത്ത് സർവൈവലിനു വേണ്ടി അവൻ സോംബിക്ക് നേരെ വെടിയുതിർത്തു. സോംബി കൊല്ലപ്പെട്ടു വീണു. വെടിയൊച്ചയുടെ ശബ്ദം കേട്ടതും അവന്റെ അച്ഛൻ തിരികെ ഓടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ചത്തുകിടക്കുന്ന സോംബിയെ കണ്ടതും മാർക്കോ സ്വയം പ്രതിരോധിച്ചതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തന്റെ മകൻ ഇപ്പോൾ അത്ര ചെറിയ കുട്ടിയല്ലെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള അളവിലേക്ക് അവൻ വളർന്നു എന്നുമൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ ശ്രമത്തിനിടയിൽ അയാൾക്ക് കടിയേൽക്കുകയും ചെയ്തു. ഇനി തന്റെ മകനെ ഇവിടെ നിർത്തൽ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ അയാൾ മകനെ നഗരത്തിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. കടികെട്ടിയെന്ന് തിരിച്ചറിഞ്ഞതും തന്നെ അവിടുത്തെ ഒരു മരത്തടിയിലേക്ക് അയാൾ സ്വയം ബന്ധിപ്പിച്ചു. മാർക്കോ പോകുന്നതിനു മുമ്പ് അച്ഛൻ മാർക്കോയോട് പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയെയും സഹോദരിയെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അവരെ ഇതുപോലെ പിടികൂടാൻ വന്നവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവരെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല. കുട്ടിയായിരുന്ന നീയുമായി രക്ഷപ്പെട്ടു പോരാനേ പറ്റിയുള്ളൂ. അവസാനം ഉണ്ടായിരുന്ന ബലമുപയോഗിച്ച് മാർക്കോയെ അയാൾ കെട്ടിപ്പിടിച്ചു. മീക്കോയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും സ്റ്റോൺ വാലിയിലേക്ക് എത്തണം എന്നയാൾ മാർക്കോയോടും പറഞ്ഞു. അവിടെ ചിലപ്പോ നിന്റെ അമ്മയും സഹോദരിയും ജീവനോടെ ഉണ്ടാകും എന്നും അയാൾ പറഞ്ഞിരുന്നു. ഇങ്ങോട്ടേക്ക് ഇനി തിരികെ വരരുതെന്നും ഈ കാട് മുഴുവൻ ഇപ്പോൾ സോംബീസ് ആണ് എന്നും അയാൾ കൂട്ടിച്ചേർത്തു. വിഷമം ഉണ്ടായിരുന്നെങ്കിലും മീക്കോയെയും കൂട്ടി മാർക്കോ അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. കുറച്ചു മുമ്പിലേക്ക് പോയതും അവരൊരു വെടിയൊച്ച കേട്ടു. മാർക്കോക്കറിയാമായിരുന്നു അവന്റെ അച്ഛൻ സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന്. കാടിനുള്ളിലൂടെ മീക്കോയുടെയും മാർക്കോയുടെയും യാത്ര തുടർന്നു. രാത്രി
രാത്രിയിൽ മരങ്ങൾക്ക് പിന്നിൽ പതുങ്ങിയിരുന്നു കാട്ടുഭക്ഷണങ്ങൾ ഭക്ഷിച്ചും അവർ മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. മീക്കോ അസ്വസ്ഥനാകുമ്പോ മാർക്കോ അവന് തനിക്കറിയാവുന്ന കഥകൾ പറഞ്ഞു കൊടുത്തു. മാർക്കോയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നില്ല. കുട്ടിക്കാലം മുതലേ എങ്ങനെ കാട്ടിൽ സർവൈവ് ചെയ്യണം എന്ന ട്രെയിനിങ് അച്ഛനിൽ നിന്ന് തന്നെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇടവേളകളിൽ മാർക്കോയും മീക്കോയും കളിച്ചു. അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ കാടിൽ നിന്നവർ വെളിയിലെത്തി. അവരങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിൽ എത്തിച്ചേർന്നു. റെയിൽവേ ട്രാക്കിലൂടെ മുമ്പോട്ടേക്ക് അവർ നടക്കാൻ ആരംഭിച്ചു. സ്റ്റോൺ വാലിയിലേക്ക് അങ്ങനെ എത്തിച്ചേരാമെന്നവർ പ്രതീക്ഷിച്ചിരുന്നു. കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോഴാണ് തോക്കുമായിരിക്കുന്ന ഒരു വ്യക്തിയെ അവർ നോക്കിക്കണ്ടത്. അയാൾക്കടുത്തെത്തി സഹായം ചോദിക്കാൻ അവർ തീരുമാനിച്ചു. അയാൾക്കടുത്തെത്തി മാർക്കോ സംസാരിച്ചു. വിശക്കുന്നുണ്ട്, ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചപ്പോ അയാൾ 2 ആപ്പിൾ കൊടുത്തു. അവരിരുവരും ആ ഭക്ഷണം കഴിച്ചു. പിന്നാലെ അയാൾ അവരെവിടെ നിന്നാ വരുന്നേ, എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ തിരക്കി. തങ്ങൾ സ്റ്റോൺ വാലിയിലേക്ക് പോവുകയാണ്, അമ്മയെയും സഹോദരിയും അവിടെ ഉണ്ടാകും, അവരെ കണ്ടെത്തണം എന്ന് മാർക്കോ പറഞ്ഞു. സ്റ്റോൺ വാലി എവിടാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ സാധിക്കില്ല. അവിടെ ബന്ദിയാക്കപ്പെട്ട നിലയിൽ സോംബിയായി മാറിയ അയാളുടെ മകളും ഭാര്യയും ഉണ്ടായിരുന്നു. അയാൾ അവർക്ക് കാവലിരിക്കുകയാണ്. അയാൾ പറഞ്ഞു കൊടുത്തതൊക്കെ മനസ്സിലാക്കി മാർക്കോയും മീക്കോയും റെയിൽവേ ട്രാക്കിലൂടെ യാത്ര തുടർന്നു. ഇതിനിടയിൽ അവരൊരു ട്രെയിൻ സ്റ്റേഷനിലെത്തി. അവിടുത്തെ ഒരു ട്രെയിനിൽ ക്യാബിനിൽ കയറി ബട്ടനൊക്കെ അമർത്തിയപ്പോ ഹോൺ മുഴങ്ങി. അതൊക്കെ വർക്കിംഗ് ആയിരുന്നു. അത് കേട്ട് അവരൊന്ന് പേടിച്ചു. അടുത്ത ക്യാബിൻ തുറക്കാൻ നോക്കിയപ്പോഴോ അതിനുള്ള മുഴുവൻ സോംബീസ് ആണ്. ഉടൻ തന്നെ അവർ അതടച്ചു. പക്ഷേ എന്നിരുന്നാലും പുറത്തേക്ക് കൈനീട്ടിയ ഒരു സോംബി മാർക്കോയുടെ കയ്യിൽ പിടിച്ചിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് തോക്കേന്തിയ 2 പേർ അങ്ങോട്ടേക്ക് എത്തി 2 കുട്ടികളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. കുട്ടികളുമായി അവർ എത്തിച്ചേർന്നത് അവരുടെ ബേസിലേക്കായിരുന്നു. ജോസഫ് എന്ന പേരുള്ള ഒരു വ്യക്തിയായിരുന്നു അവരുടെ ലീഡർ. ജോസഫ് മാർക്കോയെയും മീക്കോയെയും നോക്കി. മീക്കോ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് കണ്ടതും അവൻ ഭാഗ്യവാനാണ് എന്ന് ജോസഫ് പറഞ്ഞു. അവന് സോംബികൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അവറ്റകളെ പേടിയുമില്ല. പേടിയാണ് മനുഷ്യനെ സോംബിയാക്കി മാറ്റുന്നത്. മീക്കോയെ തങ്ങളുടെ ടീമിലേക്ക് ഉൾപ്പെടുത്താനും മാർക്കോയെ ഒഴിവാക്കാനും ജോസഫ് തീരുമാനിച്ചിരുന്നു. മാർക്കോയെ ഒഴിവാക്കാൻ ഏൽപ്പിച്ചത് ആന്റണി എന്ന് പറയുന്ന തന്റെ കയ്യാളിനെയായിരുന്നു. ജോസഫും സംഘവും വൈകാതെ അവിടുത്തെ മിലിറ്ററി ബേസ് പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ പുതിയ ബേസ് ക്യാമ്പ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അത്. ആന്റണി മാർക്കോയോട് സംസാരിച്ചു. മാർക്കോ നടന്ന കാര്യങ്ങളൊക്കെ അയാളോട് എക്സ്പ്ലെയിൻ ചെയ്തു. പാരന്റ്സ് സോംബികൾ കാരണം മരണപ്പെട്ടതും യാത്ര ചെയ്ത് അവിടം വരെ എത്തിയതുമെല്ലാം സ്റ്റോൺ വാലിയിലേക്കാണ് തനിക്ക് പോവേണ്ടത് എന്നും അവൻ വ്യക്തമാക്കി. ഇതേസമയം മറുവശത്ത് ജോസഫ് ആകട്ടെ അറ്റാക്കിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. തന്റെ സംഘാംഗങ്ങൾക്ക് അടുത്ത ദിവസം തങ്ങൾ ബേസ് ആക്രമിക്കും എന്ന് ജോസഫ് നിർദ്ദേശം കൊടുത്തു. അന്ന് രാത്രിയിൽ ബേസ് ക്യാമ്പ് ശാന്തമായിരുന്ന സമയത്ത് ആന്റണി ചെന്ന് മാർക്കോയെ വിളിച്ചുണർത്തി. എത്രയും വേഗം മീക്കോയുമായി രക്ഷപ്പെട്ടു പോവാൻ പറഞ്ഞു. ജോസഫ് അവരെ ഉപദ്രവിക്കും എന്ന് ആന്റണി ഭയപ്പെട്ടിരുന്നു. ആന്റണിയുടെ സഹായത്തോടെ മാർക്കോ മീക്കോയുമായി പുറത്തു ചാടി. അധികം വൈകാതെ അവർ രക്ഷപ്പെട്ട വിവരം ജോസഫ് അറിഞ്ഞു. ആന്റണിയാണ് അതിന് പിന്നിലെന്ന് അറിഞ്ഞതും അയാൾ ആന്റണിയെ കൊന്നുകളഞ്ഞു. കുട്ടികളെ കണ്ടെത്താൻ തന്റെ ആളുകളോട് ജോസഫ് ഉത്തരവിട്ടു. മുമ്പോട്ട് പോയി കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞതും മീക്കോയ്ക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. അവനോട് ഒരിടത്തിരിക്കാൻ പറഞ്ഞ് അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് പരിശോധിക്കാൻ വേണ്ടി മാർക്കോ കയറി. ആ അപ്പാർട്ട്മെന്റിൽ നിന്നും വൃത്തിയുള്ള വസ്ത്രങ്ങളും ഭക്ഷണവും വെള്ളവുമൊക്കെ മാർക്കോ കണ്ടെടുത്തു. പിന്നാലെ മീക്കോയെ വിളിക്കാൻ വേണ്ടി അവൻ മുമ്പിലേക്ക് വന്നെങ്കിലും അങ്ങോട്ടേക്ക് ജോസഫിന്റെ ആളുകൾ എത്തുന്നത് അവൻ നോക്കി കണ്ടു. മാർക്കോ അത് കണ്ടതും ഒളിഞ്ഞു നിന്നു. ജോസഫ് ദേഷ്യത്തിലായിരുന്നു. മീക്കോയെ ഉപദ്രവിക്കാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു കുറച്ച് പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വന്നത്. അവർ വെടിയുതിർത്ത് ജോസഫിനെയും സംഘാംഗങ്ങളെയും വകവരുത്തി. മീക്കോ സേഫ് ആയിരുന്നു. അപ്പോഴാണ് ആ സോൾജേഴ്സിൽ ഒരാൾ മാർക്കോയെ വിളിച്ചടുത്തേക്ക് ചെന്നത്. ഭയന്നിരുന്ന മീക്കോ അവിടെ കിടന്ന തോക്ക് കയ്യിലെടുത്തു. അത് കണ്ടതും ഒരു സോൾജർ തെറ്റിദ്ധരിച്ച് വേഗത്തിൽ മീക്കോക്കെതിരെ വെടിയുതിർത്തു. മീക്കോ കൊല്ലപ്പെടുകയായിരുന്നു. മാർക്കോ മറഞ്ഞിരുന്നു. അങ്ങനെ വീണ്ടും അവൻ ഒറ്റപ്പെടുകയായിരുന്നു. സോൾജേഴ്സും അവിടെ നിന്ന് തിരികെ പോയി. മീക്കോയുടെ മരണത്തിൽ അവനൊരുപാട് ദുഃഖം തോന്നിയെങ്കിലും മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവൻ സ്റ്റോൺ വാലിയിലേക്ക് യാത്ര തിരിച്ചു. പ്രതീക്ഷയോടെ റോഡ് വഴി അവൻ ദിവസങ്ങളോളം യാത്ര ചെയ്തു. പക്ഷേ അത്രയും ദിവസം യാത്ര ചെയ്തിട്ടും ഒന്നും നടക്കാത്തതിൽ അവന് നിരാശ തോന്നി. പലപ്പോഴും മീക്കോയെ പറ്റിയും മറ്റും അവൻ ആലോചിച്ചു. ഒരു ദിവസം ദേഷ്യപ്പെട്ട് അവൻ കയ്യിലിരുന്ന ബുക്കൊക്കെ വലിച്ചു കീറിയെറിഞ്ഞു. അച്ഛൻ തന്നോട് നുണ പറഞ്ഞതായിരിക്കുമെന്നും അങ്ങനെ അമ്മയൊന്നും ഉണ്ടാവില്ല എന്ന്
എന്നും അവൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവൻ നഗരമധ്യത്തിലെത്തി. വലിയ വലിയ കെട്ടിടങ്ങൾ. ആ കാഴ്ച തന്നെ മാർക്കോയെ അതിശയിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവിടെ മുഴുവൻ സോംബികളാൽ നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയതും അവന്റെ കൗതുകം ഭീതിക്ക് വഴിമാറി. സോംബികൾ നിറഞ്ഞ ആ ടൗണിലൂടെ ഒളിച്ചൊളിച്ച് മുമ്പോട്ടേക്ക് പോയ അവൻ ഒടുവിൽ ഹോസ്പിറ്റൽ സിംബലുള്ള ഒരു കെട്ടിടത്തിന് മുമ്പിലെത്തി. അവന്റെ കയ്യിലുള്ള അച്ഛൻ കൊടുത്ത അമ്മയുടെ ഫോട്ടോയിലുള്ള അതേ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആയിരുന്നു അത്. ആ ബിൽഡിംഗിൽ കയറി ഓരോ മുറിയിലും അവൻ അമ്മയെ തിരയാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ ഒരു മുറിക്കകത്ത് നിൽക്കുന്ന വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീയെ അവൻ കണ്ടു. അത് തന്റെ അമ്മയാണെന്ന് ചിന്തിച്ച് അവൻ പിന്നിലൂടെ പോയി കെട്ടിപ്പിടിച്ചു. പക്ഷേ ആ ലേഡി അവന്റെ കൈ പിടിച്ചു കടിച്ചു. അതിനോടകം സോംബിയായി മാറിയൊരു സ്ത്രീയായിരുന്നു അത്. വേഗം പിടിപിടിപ്പിച്ച് ഭയന്നവൻ പിന്നോട്ടു നീങ്ങി. ആ സമയത്ത് അവൻ അച്ഛനെ ഓർത്തു. അച്ഛൻ എന്തുകൊണ്ടാണ് ഒരുപാട് ദൂരേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നവന് ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. സോംബികളെ ഒറ്റയ്ക്കെതിരാൻ പാകത്തിന് കരുത്ത് അവന് വന്നിട്ടില്ല എന്നന്നൊക്കെ അവന്റെ അച്ഛൻ അറിയാമായിരുന്നു. ഇപ്പോ അവനും കടിയേറ്റിരിക്കുന്നു. മാർക്കോ കൂടുതൽ നിരാശനായി. ഒരുപക്ഷെ എന്റെ അമ്മയും സഹോദരിയും ജീവിച്ചിരിപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ അവരും ഇപ്പോൾ സോംബികളായിരിക്കും. മാർക്കോ ഏറെക്കുറെ ഉറപ്പിച്ചു. മുമ്പോട്ടിന് ജീവിക്കേണ്ട എന്ന് ചിന്തിച്ചതും അവന്റെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സംഘം സോംബികൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ മാർക്കോ തീരുമാനിച്ചു. സോംബികൾ ഓടിയെടുക്കുകയായിരുന്നു. മാർക്കോ തന്റെ മ്യൂസിക് പ്ലെയറിൽ പാട്ടുവെച്ച് അത് തന്റെ ചെവിയിലേക്ക് വെച്ചു. കണ്ണുകളടച്ച് സോംബികൾ എന്തും ചെയ്തോട്ടെ എന്ന മട്ടിൽ നിന്നു. പക്ഷേ സോംബികൾ അവനെ തൊട്ടതേയില്ല. വെടിവെച്ച മുഴങ്ങിക്കേട്ടു. വെടിയുണ്ടകൾ സോംബികളുടെ ജീവനെടുത്തു. അവൻ നോക്കുമ്പോ അവനെ രക്ഷിച്ചത് കുറച്ച് സോൾജിയേഴ്സ് ആണ്. തന്റെ അടുത്തേക്ക് വന്ന സോൾജിയർ ലേഡിയെ കണ്ട് അത് തന്റെ അമ്മയായിരിക്കുമോ എന്ന് മാർക്കോ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു. ലഫ്റ്റനന്റ് ജെൻ എന്നായിരുന്നു അവരുടെ പേര്. മാർക്കോയെ അവർ പരിശോധിച്ചു. അവന്റെ കയ്യിൽ സോംബിയുടെ കടിപ്പാട് അവൾ കണ്ടു. കൂട്ടത്തിൽ എം എന്ന സിമ്പൽ കുത്തിയിരിക്കുന്നതും. ഇതേ സമയം അവർ തന്റെ അമ്മയാണെന്ന് തോന്നിയ അവൻ അവരെ കെട്ടിപ്പിടിച്ചിരുന്നു. തന്റെ സ്ക്വാഡിനോട് അവനെ ബേസിലേക്ക് കൊണ്ടുപോവാൻ ജെൻ ഉത്തരവിട്ടു. എം എന്നവന്റെ കയ്യിൽ പതിപ്പിച്ചിരുന്നല്ലോ, അതങ്ങനെ വെറുതെ അവന്റെ പേര് സൂചിപ്പിക്കുന്ന ഒന്നല്ല. അവിടെ പടർന്ന ആ സോംബി വൈറസ് അവന്റെ ശരീരത്തിൽ ബാധിക്കില്ലായിരുന്നു. പ്രതിരോധ ശക്തിയുള്ള കുട്ടികളിലായിരുന്നു അവർ ജനിച്ചു വീണപ്പോഴേ ആ സിമ്പൽ കുത്തപ്പെട്ടത്. നിങ്ങളാണോ ഞാൻ അന്വേഷിച്ച അമ്മ എന്ന് മാർക്കോ ചോദിച്ചു. മനോഹരമായ ഒരിടത്തേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം എന്നായിരുന്നു ജെന്നിന്റെ മറുപടി. തന്റെ അമ്മയാണ് ജെന്നെന്ന് മാർക്കോ വിശ്വസിച്ചു. അവരുടെ കൂടെ സുരക്ഷിതമായ ഇടത്തേക്ക് യാത്ര തിരിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു സർവൈവൽ ത്രില്ലർ മൂവി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.